അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി സുൽഫിനെ സുന്ദരിയാക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ മേക്കപ്പ് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട്ഫിറ്റ് കൂടി ഇട്ടെടുക്കാം. വേഗം പോയിട്ടിട്ടിപ്പോൾ ഓക്കെ. ആക്ച്വലി നമുക്ക് ഈ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഇപ്പോൾ എവിടെ പോകാനൊന്നുമില്ല. പിന്നെ ഒരു മേക്കപ്പ് ചെയ്തില്ലേ, ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ കുട്ടികൾക്ക് മേക്കപ്പ് ഒന്നും ഇട്ടെടുക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ഇത്രയും നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഒരു ഐലൈനർ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സ്കിന്നിന് വളരെയേറെ പ്രശ്നങ്ങൾ വരുന്ന സാധനമാണ് ഈ ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ പരമാവധി ഒഴിവാക്കിയാണ് വേണ്ടത്. ഓക്കെ, ഐലൈനർ ഇട്ട് കൊടുക്കട്ടെ. കാണിക്കൂ. ഇത്ര നല്ല രീതിയിൽ ഇവർക്ക് ആരാ ഐലൈനറിൽ ഇട്ട് കൊടുക്കാൻ? ഞാനല്ല. അപ്പം നമ്മൾ ഒരു കണ്ണിനിട്ട് രണ്ടാമത്തെ കണ്ണിനിടുമ്പോഴത്തേക്ക് നമ്മളിവിടെ വേറെ ആൾക്കാരുണ്ട് ഫുൾ കയ്പാക്കി. അപ്പോൾ നമ്മൾ അടുത്ത കണ്ണിന് ഇട്ട് കൊടുക്കട്ടെ. കഴിക്കൂ സൂപ്പ്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ സാധിച്ചു കൊടുക്കേണ്ടതാണ്. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഞാൻ പിന്നെ സാധിച്ചു കൊടുക്കണ്ടേ. പിന്നെ പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് നമ്മളിങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് പോകാൻ പാടില്ല. കാരണം നേരത്തെ കഴിഞ്ഞാൽ എല്ലാം ഒലിച്ചും വെറുതെ എന്തിന് ഇത്ര വലിയ പൈസൻ്റെ സാധനം കളയേണ്ട ആവശ്യം. അതുകൊണ്ട് ലിപ്സ്റ്റിക്കും കൂടി നമ്മൾ ഇടുന്നതായിരിക്കും. ഇതേപോലെ ലാക്മിൻ്റെ ആണ് കേട്ടോ. കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടാൽ മതി, അല്ലെ പെട്ടെന്ന് തീർന്നു ലിപ്സ്റ്റിക്ക്. എനിക്ക് മാച്ച് ചുണ്ടിക്ക് മാച്ച് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒന്ന് സ്പ്രെഡ് കറക്റ്റ് ഇവർക്ക് ചുണ്ടിലിട്ട് തിരിയുന്നുണ്ടോ? കറക്റ്റ് കളറിന്. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് ഇപ്പം നമുക്ക് എന്തൊരു ഗ്ലാമറാണ് ഈ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നിടാ ആലോചിക്കട്ടെ, ആലോചിച്ചിട്ടാൽ നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് വരുന്നത്. ഒരു ഐലൈനർ, ഒരു ലിപ്സ്റ്റിക്ക്, എല്ലാം ആർഭാടൊന്നുമില്ല. സ്പ്രേ എടുക്കട്ടെ, സ്പ്രേയും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല ഇത്രയും നല്ല സ്പ്രേകളുള്ള സ്ഥിതിക്ക് സ്പ്രേ അടിച്ചു കൊടുക്കട്ടെ. ഫ്രഞ്ച് ടൊബാക്കോ ഫസ്റ്റ് ഞാൻ അടിക്കട്ടെ. കുറച്ച് കുറച്ച് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്പ്രേയും കൂടി അടിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത്. ഇങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെക്കേഷൻ ടൈമിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുങ്ങി നടക്കുക. നാട്ടുകാരാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയൊക്കെ. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കാൻ പാടില്ല. എല്ലാം ഒരു സെൽഫ് കോൺഫിഡൻസിൽ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. ഷെയർ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ബൈ.